അപ്പോൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു കുക്കറി ഷോ പരിപാടിയാണ് കേട്ടോ. മീഡിയ വണ്ണും ലുലു ഗ്രൂപ്പും പാടെയാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൽ ടേസ്റ്റ് നോക്കാനായിട്ട് വരുന്നത് നമ്മുടെ ഷെഫിള്ളയും അതുപോലെ കല്ലും കൂടെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അത് 25 ആളുകളെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരാൾ ഞാനായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ വീഡിയോ ഒന്നാമതിടാൻ കാരണം. അപ്പോൾ പരിപാടി തുടങ്ങാനായിട്ടുണ്ട്. നമുക്ക് ക്യാപ്പും അതുപോലെ തന്നെ കോട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരായിട്ട് ഡെക്കറേഷൻ ചെയ്യൽ തുടങ്ങിയിട്ടോ. മാഷാഅല്ലാ, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒരു ബീഫ് ചീരുള്ളിയാണ്. അപ്പോൾ അതിൻ്റെ നാടൻ ടച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് വെറൈറ്റി ഫുഡുകൾ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെ ഡെക്കറേഷനും അതുപോലെ തന്നെ ഫുഡ് ടേസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ വീഡിയോ പിന്നെ കാണിച്ചു തരാം. അപ്പോൾ അതാ ഓരോരുത്തരുടെ പ്ലേറ്റിങ് കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ ഏറെ ഹൈലൈറ്റായി നിന്നിരുന്നത് ഡെക്കറേഷനായിരുന്നു. ഡെക്കറേഷന് ഒരു ചെറിയൊരു മാർക്കേ ഉള്ളൂ, പക്ഷേ ഫുഡിന് തന്നെയാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. ഫുഡിന് തന്നെയാണ്. ഫുഡ് നന്നായാൽ മാത്രമേ ഉള്ളൂ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതാ ഒരുപാട് ഐറ്റംസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോരുത്തർ ഉണ്ടാക്കി എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. സീ ഫുഡിലാണ് കേട്ടോ അധികം എല്ലാവരും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഞാൻ സീ ഫുഡ് ഉണ്ടാക്കണം വിചാരിച്ചു, പിന്നെ ഞാൻ കരുതി ബീഫാക്കാന്നുള്ളത്. അപ്പോൾ അതാ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അവിടെ ചെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മളെ ഇതുവരെ കഴിക്കാത്തതും പുതിയ ടേസ്റ്റും ഒക്കെ നമുക്ക് നമ്മളെ വായിലൂടെ അങ്ങനെ അലിഞ്ഞു പോകും കേട്ടോ. എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നറിയോ, ഓരോ വിഭവങ്ങളത്തിൻ്റെ ടേസ്റ്റ് അപാര ടേസ്റ്റ് ആയിരുന്നു. റിയാദ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദമാമിലേക്കാട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. ദമാമിൽ നല്ല ടഫ് കോമ്പറ്റീഷനായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിയാദിൽ ഇത്ര എന്തുണ്ടായില്ല, കോമ്പറ്റീഷൻ ഉണ്ടായിട്ടുണ്ടായില്ല എന്നുള്ളത്. റിയാദിൽ പിന്നെ അപേക്ഷിച്ച് ദമാമിലാണ് ഏറ്റവും നല്ല കോമ്പറ്റീഷൻ നടന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളി വിഭവങ്ങളായിരുന്നു കേട്ടോ ഓരോരുത്തർ ഉണ്ടാക്കി കൊണ്ടുവരുന്നത്. അതിൻ്റെ ഡെക്കറേഷൻ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫുഡിനാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അപ്പം ഫുഡിന് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ഒക്കെ. ഇതാണ് കേട്ടോ ഞാൻ ചെയ്തത്. അപ്പോൾ ഇവിടെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. ഇതിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ. പിന്നെ 25 പേരിൽ ഒരാൾ ഞാനായല്ലോ എന്നൊരു സമാധാനം കൂടി എനിക്കുണ്ടായിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ വലിയ ഷെഫിൻ്റെ മുന്നിൽ നമ്മളെ വിഭവം കൊണ്ടുപോയി വെക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഹൈലൈറ്റ് കാര്യം തന്നെയല്ലേ. ആദ്യം നമ്മൾ വീഡിയോ അയച്ചു കൊടുത്ത് അതിൽ നിന്ന് സെലക്റ്റായ ആളുകളെ മാത്രമാണ് ഇതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, പങ്കെടുപ്പിച്ചിട്ടുള്ളത്. വെറും 25 പേർക്ക് മാത്രമാണ് കേട്ടോ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതും അവർ നന്നായിട്ട് നോക്കിയതിന് ശേഷമാണ് ആ 25 പേര് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ദമാമിലെ സ്റ്റാർ ഷെഫ് മീഡിയ വണ്ടെ സ്റ്റാർ ഷെഫ് കോമ്പറ്റീഷനാണ്. ഇന്നത്തെ ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഇന്ന് നമ്മുടെ സ്റ്റാർ ഷെയർക്ക് നമ്മൾ A+ കൊടുത്തിട്ടുണ്ട്. അത്രയും സമയത്ത് ഈ കണവ ഒരുപാട് വേവിച്ച് കൂന്തൽ ഒരുപാട് അപ്പൊ അങ്ങനെ റബ്ബറി ആയിട്ട് ഒരുപാട് നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഷെഫ് ഇപ്പൊ ചേർക്കുന്നത് ആദ്യം ബട്ടർ പിന്നെ അലിഞ്ഞു വന്ന സമയത്ത് അതിനകത്തേക്ക് കൂന്തൽ എന്നാണ് പറയുന്നത്. തെക്കൻ ജില്ലകളിൽ കണവ എന്ന് പറയും. വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ കണവ എന്ന് പറയുന്ന ആൾക്കാരുന്നു എനിക്കൂടി അത് കഴിച്ചു കഴിഞ്ഞാലായിരിക്കും ഒരുപാട് ചോദ്യങ്ങൾ. ശാരദ നിലാവേ ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ, കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ. ശ്വാസം കിട്ടുന്നില്ല, സാധനം ചെയ്തിട്ടില്ല. ഒന്നി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ. കുട്ടികളുടെ കുക്കിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. നമ്മളെക്കാളും ബെറ്റർ ആയിരുന്നു കേട്ടോ മക്കൾ. പിന്നീട് അവിടെ ഡ്രോയിങ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ 2 പേരും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സർട്ടിഫിക്കറ്റും കളറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ അതൊക്കെ കിട്ടിയപ്പോൾ.
ഇത്രയും ഡിലേ ആയത് തന്നെ എൻ്റെ ടഫായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ തീർക്കട്ടെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു റിയാദിനേക്കാൾ ഒന്നുകൂടി ടഫായിരുന്നു അല്ലേ എൻ്റെ മാമന്റെ കോമ്പറ്റീഷൻ. കാരണം അത്രയും ക്രിയേറ്റീവ് ആയിരുന്നു. ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലാണെങ്കിലും പ്രസന്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ. കേക്ക് ആണെങ്കിൽ തന്നെ ഒരുപാട് വെറൈറ്റി മോഡൽസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ലെ നമുക്ക് തോന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ അതൊരു വീട്ടിൽ നിന്നൊരു ഹോം ഷെഫ് ഉണ്ടാക്കി കൊണ്ടുവന്നതാണോ എന്ന് തോന്നുന്ന ടൈപ്പിലുള്ള ഒരു പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ ടഫായിരുന്നല്ലോ അല്ലേ ഷെഫ്? കേക്കിന്റെ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് ഇത്രയും ടൈം എടുത്തത്. കാരണം അതിന്റെ കുറെ റൂൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ 7 കണ്ടസ്റ്റൻസ് ആണ്, വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രൈസിങ്ങിന്റെ പോയിന്റ്സ് വെച്ച് അതിനോടൊപ്പം തന്നെ കുറെ റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ മാച്ച് ചെയ്തിട്ടുള്ള ഒത്തിരി ഡിസ്കഷൻ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഫൈനൽ ഒരു ഡിസിഷൻ എടുത്തത്. അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് തന്നെ. പിന്നീട് കുട്ടികളുടെ കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ. അതിൽ ഫസ്റ്റും സെക്കൻഡും കിട്ടിയ കുട്ടികളാണ് ഈ കാണുന്നത്. കുട്ടികൾ പറഞ്ഞല്ലോ ഒരു രക്ഷയുണ്ടായില്ല. അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ കുട്ടികളെ കുക്കിംഗ് കോമ്പറ്റീഷൻ. അത് കാണാൻ തന്നെ പ്രത്യേക രസമുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ട്രോഫിയും കാര്യങ്ങളൊക്കെ മീഡിയ വണ്ണിൻ്റെ ചെയർമാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അടിപൊളി പ്രോഗ്രാമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഒന്നാം സമ്മാനം 1 പവൻ ഗോൾഡ് ആയിരുന്നു കേട്ടോ. 1 പവനത്തിൻ്റെ ഗോൾഡ് ഇപ്പോൾ സ്വർണ്ണത്തിന് എന്താ വില അല്ലേ. അപ്പോൾ അതായിരുന്നു. നമുക്ക് സമ്മാനം കിട്ടുക നല്ലതല്ല, നമ്മളതിൽ പങ്കെടുക്കുക എന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ 25 പേരിൽ ഒരാൾ ഞാനായത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം. ഇത്രയും വലിയ ഷെഫിൻ്റെ മുന്നിലൊക്കെ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമല്ലേ. അപ്പോൾ ഈ വരുന്ന ആളാണ് നമ്മളെ കുക്കിംഗ് കോമ്പറ്റീഷൻ, അതായത് ജൂനിയർ ഷെഫിൻ്റെ ഫസ്റ്റ് വിന്നറാണ് കേട്ടോ. ഈ വരുന്ന ഈ കൊച്ചു മിടുക്കി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോളും കൂടിയാണ്. നല്ലൊരു മോളാണ് കേട്ടോ, നല്ല സംസാരിക്കുകയും ചെയ്യും, അടിപൊളിയാണ്. അതിൻ്റെ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോഴാണ് എൻ്റെ മോള് പറഞ്ഞത് എനിക്ക് പങ്കെടുത്താൽ മതിയിരുന്നു എന്നുള്ളത്. ഫസ്റ്റ് ഞാൻ അവളോട് പറഞ്ഞതാണ് കേട്ടോ, പക്ഷെ അവൾക്ക് താല്പര്യം ഉണ്ടായില്ല. പങ്കെടുത്ത എല്ലാവർക്കും ഈസി കുക്കിൻ്റെ വക ചപ്പാത്തി, പൂരി, ദോശമാവ്, പാലപ്പം മിക്സ്, പിന്നെ വട മിക്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റാണ്, എല്ലാവരും ഒന്ന് ഉപയോഗിക്കണം. പ്രത്യേകം പറയാണ് കേട്ടോ, അടിപൊളി പ്രൊഡക്റ്റും കൂടിയാണ്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഷെബി മൻസൂറിൻ്റെ ആങ്കറിങ് അടിപൊളിയായിരുന്നു കേട്ടോ, അടിപൊളിയായിട്ട് അത് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു 2 പേര് കേട്ടോ. ഇവർക്ക് സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ ഷെഫിൻ്റെ വക പ്രോത്സാഹന സമ്മാനമായിരുന്നു കേട്ടോ. അതായത് ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളെ ഈസി കുക്കിൻ്റെ വക 2 പ്രൈസ് അവർക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി കോമ്പറ്റീഷൻ, ടഫ് കോമ്പറ്റീഷൻ കേട്ടോ. 3rd പ്രൈസ് കിട്ടിയിട്ടുള്ളത് ഒരാൾ മലപ്പുറമാണ്, മറ്റേ പക്ഷേ ഒരാൾ ഡോക്ടറും ഒരാൾ നേഴ്സുമാണ് കേട്ടോ. ഒരാൾ പള്ളി ഡോക്ടറാണ്. അവർക്കാണ് 3ാമത്തെ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സെക്കൻഡ് പ്രൈസ് വന്നപ്പോൾ പലപ്പോഴും പല കുക്കിംഗ് രീതിയിൽ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലുണ്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ സെക്കൻഡ് പ്രൈസ് വന്നിട്ടുള്ളത് അമ്മത്തോളം മലപ്പുറം അവർക്കാണ് കേട്ടോ. ഇതിൻ്റെ മോൾക്കാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത്. കുക്കിംഗ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് അവരുടെ മോൾക്ക്, സെക്കൻഡ് അമ്മക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, പറയാതിരിക്കാൻ വയ്യ. ദമാമിലെ മീഡിയ വൺ സ്റ്റാർ ഷെഫിന്റെ ചാമ്പ്യൻ. The first prize goes to just number 15 ഷംസി മൻസൂർ. ഒരുപാട് വേദിയിൽ ഫസ്റ്റ് കിട്ടിയ ഒരു ഐറ്റം കൊണ്ടാണ് കേട്ടോ അവൾ വന്നിട്ടുള്ളത്. അപ്പോൾ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇൻഷാ അല്ലാ ആ റെസിപ്പി നമ്മളെ യൂട്യൂബ് ചാനലിൽ കൂടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അത് ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അവളോട് റെസിപ്പി ചോദിച്ചത് എങ്ങനെ ഉണ്ടാക്കണേന്നൊക്കെ ചോദിച്ച് ഇൻഷാ അല്ലാ നമുക്കത് വിടണം ഇൻഷാ അല്ലാ. പിന്നെ അവരെ വലിയ മോള് പഠിക്കുന്നത് 2 മക്കളാട്ടോ, 2 ഇരട്ട കുട്ടികളുണ്ട്. അവർ പഠിക്കുന്നത് എൻ്റെ മോളെ ക്ലാസ്സിലും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷം അവൾക്ക് കിട്ടിയിൽ, ഭയങ്കര ഹാപ്പിയായി. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയാൻ കാരണം എന്നുള്ളത്. അപ്പോൾ മാഷാ അല്ലാ, അപ്പോൾ 1 പവൻ്റെ കോയിന് അടിച്ച വ്യക്തിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കൊണ്ടുവന്ന് കരുതുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ കല്ലുവിൻ്റെ കൂടെ ഒക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. പിന്നെ കല്ലു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. പക്ഷേ അത് അറിയാലോ, ഒരു കോമ്പറ്റീഷൻ ആകുമ്പോൾ അതിൽ
ഒരു പിടി മുന്നോട്ട് നിൽക്കുന്ന ഫുഡായിരുന്നല്ലോ, നല്ല ടേസ്റ്റ്. പറയുമ്പോൾ ഞാൻ സെക്കൻഡ് ആയിരുന്നു കേട്ടോ. റോൾ നമ്പേഴ്സ് പ്രകാരം ഞാൻ രണ്ടാമത്തെ ആളായിരുന്നു. അപ്പോൾ നല്ല സംസാരിക്കാനും ഒക്കെ ആയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഷെഫീൽഡ പറഞ്ഞു അടിപൊളി ഫുഡായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇനിയും പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് അവർ നമ്മളോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, ഫോട്ടോ ഒക്കെ എടുത്ത് കുറച്ച് നേരം സംസാരമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പിന്നെ അവിടുന്ന് പോകുന്നത്. അപ്പോൾ ഷെബി മൻസൂറിൻ്റെ കൂടെയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് സംസാരമൊക്കെ കഴിഞ്ഞ്. അവൾ പെരിന്തൽമണ്ണക്കാരത്തിയാണ്, ഞാനൊരു പെരിന്തൽമണ്ണക്കാരത്തിയാണ്. അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോ കാണാം. ബൈ.